മക്കളെ, അസ്മാസ് മൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതെന്താണെന്ന് അറിയാതാ? ബീഫാണ്. ബീഫും ഇളവന്, പിന്നെ ഉരുളക്കിഴങ്ങ് കാണില്ലല്ലോ, ഒടിഞ്ഞോയോ? ഉരുളക്കിഴങ്ങ് ഒരുവിധമൊക്കെ ഒടിഞ്ഞു പോയിട്ടതാ. ഉരുളക്കിഴങ്ങ് തോല് നല്ലോ തേച്ചിട്ട് തോല് പൊളിക്കാതെ ഇട്ടാട്ടോ. തോല് പൊളിച്ച് തിന്നാൽ നല്ലതാണ്, ഗ്യാസ് ഉണ്ടാവില്ല. അങ്ങനെ ഇറച്ചി ഇതെല്ലാം കൂടെ ഇട്ട് വേവിച്ചതാണ്. ഉണ്ടോ? ഇതെല്ലാം കൂടെ ഇട്ട് വേവിച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ അരച്ച് ഒഴിക്കണം. അതിന് ഇതാ തേങ്ങയും മഞ്ഞളും ഇത് ഏലക്കായിൻ്റെ പൊടിയാണ് കേട്ടോ, അതും ഇട്ടതാണ്. പച്ചമുളക്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, നല്ല പെരുംജീരകത്തിൻ്റെ പൊടി ഇട്ടിട്ടുണ്ട്. അതും കൂടി ഇട്ടിട്ടാണ് ഞാനിത് അടുപ്പത്തേക്ക് വെച്ചത്. പിന്നെ ഇതിലിതാ നമ്മളിതാ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. കരിവേപ്പില തേങ്ങ ഒഴിച്ചാകുമ്പോൾ ഇതാക്കി എടുക്കുമ്പോൾ ഇതല്ലേ വെച്ചിട്ടാണ്. കുറച്ച് മല്ലിപ്പൊടിയല്ല മല്ലിച്ചപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഞാനിതാ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചുടുവെള്ളത്തിൽ മിക്സിൻ്റെ ജാറ് കഴുകിയിട്ട് ചുടുവെള്ളമാണ് കേട്ടോ, കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നല്ല വെള്ളം പോലെ ഉണ്ടാവില്ല, നല്ല കുറുങ്ങനുണ്ടാവും. ആദ്യം തോനെ തേങ്ങ ഉണ്ടെങ്കിൽ അതിൽ മനസ്സിലാവായിട്ടാണ് ഇതൊക്കെ കേട്ടോ. നല്ല കുറുങ്ങനുള്ള കറിയാണ്. ഇത് നമുക്ക് പത്തിരിയിലേക്കോ പുട്ടിലേക്കോ ചോറ്റിലേക്കോ വെള്ളപ്പത്തിലേക്കോ എന്തിനു വേണമെങ്കിലും നമുക്കിത് കൂട്ടാം. ഉപ്പ് തക്കാളിയൊക്കെ പാകമാണ് കേട്ടോ, പുളിയൊക്കെ പാകമാണ്. നല്ലോണം ഒന്ന് തിളച്ച് വേകണം. ഇതൊന്നും കൂടെ തിളയ്ക്കട്ടെ. കറി കണ്ടോ, നല്ലോണം തിളച്ചിട്ടുണ്ട്, നല്ലോണം വെന്ത്. ഇത് നമുക്കിതാ അടിപൊളിയായിട്ട് ചപ്പാത്തിക്കോ അരച്ചുട്ടത്തിക്കൊക്കെ കൂട്ടാം. കറി ഉണ്ടോ, നല്ല കുറുങ്ങനുള്ള കറി കേട്ടോ. എൻ്റെ സബ്സ്ക്രൈബൊക്കെ എങ്ങനെയോ പോയിപ്പോണ്ട് മക്കളെ. അത് കാണാനൊക്കെ ഒന്ന് ഉമ്മാക്ക് സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഉമ്മനെ സപ്പോർട്ടാക്കുക. ഇടയ്ക്കിടയ്ക്കൊക്കെ ഉമ്മാൻ്റെ ലൈവിലൊക്കെ ഒന്ന് വരിക. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ബായ് മക്കളെ.